Stop. Just stop and name 2 subjects that you did in school. ഏതെങ്കിലും subject. Anything that you can think of. Just any 2 subjects. Did you think about it? Okay, let me guess. ഇത് മിക്കവാറും ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിസ്റ്ററി, കെമിസ്ട്രി അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്ട്സ് ആയിരിക്കും. പക്ഷേ ആരെങ്കിലും ചൈനീസ് ഇല്ലെങ്കിൽ ഡിജിറ്റൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ ഹോം എക്കണോമിക്സ് അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റിനെ പറ്റി ആലോചിച്ചോ? Probably not. Welcome back to my channel, everybody. My name is Ashika and I make videos about student and family life in Ireland. When we think about subjects in India, we usually think about the subjects that I named before, like chemistry, physics or something like that. പക്ഷെ അയർലൻഡിൽ എന്തൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ what do you think of? At first we'll be like, oh, it's probably going to be one of the same subjects because children learn the same things in school, right? പക്ഷെ that is not the case. ഈ വീഡിയോയിൽ I'll be talking about the subjects in Ireland and this is going to be the part 1 of the video. Before we go into the video, make sure you subscribe to my channel so you can receive more videos from me about student life in Ireland. അയർലൻഡിലുള്ള സബ്ജക്റ്റുകൾ 6 കാറ്റഗറിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. In this video, I'll talk about 3 of those categories and they are practical group, science group and finally the art and creative group. ആദ്യം നമുക്കുള്ളത് പ്രാക്ടിക്കൽ ഗ്രൂപ്പ്. ഈ പ്രാക്ടിക്കൽ ഗ്രൂപ്പിൽ 3 ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കൺസ്ട്രക്ഷൻ, ദെൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഫൈനലി ടെക്നോളജി. കൺസ്ട്രക്ഷൻ ഈസ് എ വെരി പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ റിയലി ഫേമസ് സബ്ജക്റ്റ് ഇൻ അയർലൻഡ് എമോങ് സ്റ്റുഡൻസ്. ഈ സബ്ജക്റ്റ് കൂടുതലും ചെയ്യുന്നവർ ഫ്യൂച്ചറിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ, മാനുഫാക്ചർ ഓർ കൺസ്ട്രക്ഷൻ ആ ഫീൽഡിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും ഈ സബ്ജക്റ്റ് സ്കൂളിൽ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഡു യു ലേൺ അബൌട്ട് ഇൻ ദ സബ്ജക്റ്റ്? സോ ബേസിക്കലി യു ലേൺ ഹൗ ടു ബിൽഡ് സ്റ്റഫ്, റൈറ്റ്? Using wood and other things like the fireplace or the partition, ഇല്ലെങ്കിൽ roof, the wall and all those things. ഒരു സെർട്ട് വരെ ഈ സബ്ജക്റ്റിന് പറയുന്ന പേരാണ് വുഡ് വർക്ക്. കാരണം മോസ്റ്റ്ലി നിങ്ങൾ വുഡിനെ വെച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് യു ലേൺ ഹൗ ടു പ്ലാൻ, ഡിസൈൻ ആൻഡ് ഡ്രോ ആൻഡ് ക്രിയേറ്റ് തിങ്സ് യൂസിങ് ദാറ്റ്. ഇതിൽ കൂടെ തന്നെ നിങ്ങൾ ഓരോ പുതിയ പുതിയ മെഷീൻസ് ആൻഡ് മറ്റ് മെറ്റീരിയൽസ് അതിൻ്റെയൊക്കെ കാര്യങ്ങളുടെയൊക്കെ പേരൊക്കെ പഠിക്കും. I obviously didn't do woodwork as you can guess because I have no idea about it. But basically construction is about building stuff and the environment that you build in. The next subject on the list is engineering. Engineering, നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, engineering is engineering. But the thing is, in India, engineering is a course that you do in college but not in school. Well, maybe I'm wrong, I don't know, correct me if I'm wrong. പക്ഷേ ഇവിടെ അയർലൻഡിൽ engineering is a school subject. അതും ഈ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ കൂടുതൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടൈപ്പ് ആയിരിക്കും പഠിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ. ദിസ് അഗെയിൻ ഈസ് ഓൾസോ എ പ്രാക്ടിക്കൽ സബ്ജക്റ്റ്. നിങ്ങൾ നിറയെ എല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്തായിരിക്കും പഠിക്കുന്നത്. ഓൾസോ ഹാവ് പ്രോജക്ട്സ്. അത് നമ്മൾ ക്ലാസ്സിൽ തന്നെ മെഷീൻസ് മറ്റേ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കും. അങ്ങനത്തെ ഇതായിരിക്കും. ദിസ് അഗെയിൻ അപ്ലൈസ് ഫോർ സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എഞ്ചിനീയറിംഗ്, സ്പേസ് സയൻസ്, മെഡ്ടെക്, ബയോടെക്നോളജി അങ്ങനത്തെ ഫീൽഡിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരായിരിക്കും ഈ സബ്ജക്റ്റ് പഠിക്കുന്നത്. ആൻഡ് ഈ ലിസ്റ്റിൽ ലാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ടെക്നോളജി. ഈ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ യു ലേൺ ഹൗ ടു അപ്ലൈ ടെക്നോളജി ടു എവറിഡേ പ്രോബ്ലംസ്. ഇത് ഒരുമാതിരി കമ്പ്യൂട്ടർ സയൻസ് പോലത്തെ ഒരു റിലേറ്റഡ് ആയിരിക്കും, പക്ഷേ ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി കമ്പ്യൂട്ടർ സയൻസ്. കാരണം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു സബ്ജക്റ്റ് ഉണ്ട്. സോ ദിസ് അഗെയിൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം കമ്പ്യൂട്ടർ സയൻസ് ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ദ സെയിം, ദേ കം അണ്ടർ ദ സെയിം കാറ്റഗറി. ഈ സബ്ജക്റ്റ് പഠിക്കുന്ന പിള്ളേർ കൂടുതലും IT-ലോ ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ മെഡ്ടെക് അഗെയിൻ അല്ലെങ്കിൽ ഫിസിക്സ് ഓ മാത്സ് അങ്ങനത്തെ സ്പേസ് സയൻസ് ഇങ്ങനത്തെ സബ്ജക്ട്സിന് കോളേജിൽ ചെയ്യാൻ വിചാരിക്കുന്നവരായിരിക്കും ഈ സബ്ജക്റ്റ് മിക്കവാറും സ്കൂളിൽ ചെയ്യാറുള്ളത്. ഓബിയസ്ലി നിങ്ങളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തായാലും പഠിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ സബ്ജക്റ്റ് ചെയ്യാം. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു ഡു ദാറ്റ് ഇൻ കോളേജ്. യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് ബിക്കോസ് യു ലൈക്ക് ഇറ്റ് ഓർ സംതിങ് ഓർ ജസ്റ്റ് യു വാണ്ട് ടു സീ ഹൗ ഇറ്റ് ഈസ്. അടുത്ത ഗ്രൂപ്പാണ് സയൻസ് ഗ്രൂപ്പ്. ആൻഡ് ഈ ഗ്രൂപ്പിലാണ് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് വരുന്നത്. ആസ് probably most of you have guessed. അതിൻ്റെ കൂടെ തന്നെ we also have agricultural science, applied maths, physics and chemistry together and computer science. നിങ്ങൾക്ക് കെമിസ്ട്രി എന്നാ, ബയോളജി എന്നാ, ഫിസിക്സ് എന്നാ അല്ലെങ്കിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതെന്നാന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അഗ്രികൾച്ചറൽ സയൻസ് എന്നാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഇറ്റ് സൗണ്ട്സ്, യു ലേൺ അബൌട്ട് ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, ഫാമിംഗ്, ഓരോ അനിമൽസ്, അടുത്ത് വേറെ പ്ലാന്റ്സ്, അടുത്ത് അവർക്ക് വരുന്ന ഓരോ ഡിസീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഈ സബ്ജക്റ്റ് കൂടുതലും ചെയ്യുന്ന പിള്ളേർ മിക്കവാറും അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. ഇല്ലെങ്കിൽ വെറ്റിനറിയോ ഇല്ല അങ്ങനത്തെ ഏതെങ്കിലും കൂടുതലും ഫാമിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പിള്ളേർ ഈ സബ്ജക്റ്റ് ചെയ്യാറുണ്ട് ബിക്കോസ് ദേ വാണ്ട് ടു ബിക്കം ഫ്യൂച്ചർ ഫാമേഴ്സ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഐ എം ടെല്ലിങ് യു, അയർലൻഡ് ഈസ് എ റിയലി ബിഗ് ഫാമിംഗ് കൺട്രി.
Here, farmers are the richest people, or kind of the richest people. But farming is a really, really big thing in Ireland. So this subject is really famous in school. A lot of people does it. അടുത്തതാണ് അപ്ലൈഡ് മാത്സ്. അപ്ലൈഡ് മാത്സ് ഈസ് ലൈക്ക് മാത്സ്, പക്ഷേ കുറച്ച് ഫിസിക്സ് ഉണ്ട്. യു ഡു റിയൽ ലൈഫ് മാത്സ് പ്രോബ്ലംസ്, യു അപ്ലൈ മാത്സ് ടു ദ റിയൽ ലൈഫ് പ്രോബ്ലംസ്. അത് കുറച്ച് കഷ്ടമാണ്. ആൻഡ് യു ആർ സമൺ ഹൂസ് റിയലി ഗുഡ് അറ്റ് മാത്സ് ആൻഡ് യു റിയലി ലൈക്ക് ഫിസിക്സ്, നിങ്ങൾക്ക് ഈ അപ്ലൈഡ് മാത്സ് ചെയ്യാം. പക്ഷേ if you are not someone who's interested in any of those, please don't do it because it's quite hard. പക്ഷേ like I said, നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമാണെങ്കിൽ please go ahead and do it. Computer science, I think we do it as a subject in schools in India. എനിക്ക് അറിഞ്ഞുകൂടെ ക്ലിയർ ആയിട്ട്, പക്ഷേ എൻ്റെ അറിവിൽ നിങ്ങൾ ചെയ്യും. സോ ആൻഡ് ജസ്റ്റ് ലൈക്ക് ഇറ്റ് സൗണ്ട്സ്, കമ്പ്യൂട്ടർ സയൻസ് ഈസ് ഓൾ അബൌട്ട് ദ കമ്പ്യൂട്ടേഴ്സ്. നിങ്ങൾ കമ്പ്യൂട്ടറെ പറ്റി പഠിക്കും, അടുത്തതിൻ്റെ ഓരോ കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ പഠിക്കും. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ഫർദർ ഓൺ ദാറ്റ്. ലാസ്റ്റ് ഈ വീഡിയോയിലുള്ള ഗ്രൂപ്പാണ് ആർട്ട് ആൻഡ് ക്രിയേറ്റീവ് ഗ്രൂപ്പ്. ലീവിംഗ് സൈഡിൽ നല്ല മാർക്ക് വേണമെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഗ്രൂപ്പ് ടു ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ് ഇൻ. ആർട്ട് ആൻഡ് ക്രിയേറ്റീവ് ഗ്രൂപ്പിൽ 3 സബ്ജക്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആർട്ട് ഓബ്വിയസ്ലി, അടുത്ത നമുക്ക് മ്യൂസിക്, അത് കഴിഞ്ഞിട്ട് DCG എന്ന് പറയും, അതായത് ഡിജിറ്റൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഗ്രാഫിക്സ്. ആർട്ടിൽ നിങ്ങൾ നിറ്റിങ്, ഡ്രോയിങ്, പെയിൻറ്റിങ് അല്ലെങ്കിൽ സ്കൾപ്റ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കും. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ഫർദർ ഓൺ ദാറ്റ് ടോപ്പിക്. നെക്സ്റ്റ് വൺ ഈസ് മ്യൂസിക്. മ്യൂസിക് ഇസ് എ റിയലി 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 ഈസി സബ്ജക്ട് ടു ഡു. സോ എല്ലാ പിള്ളേർക്ക് മ്യൂസിക് അറിയാമെങ്കിൽ they are at a great advantage because മ്യൂസിക് ലീവിംഗ് സെറ്റ് എക്സാമിൻ്റെ 50% മാർക്ക് നമ്മൾ റിട്ടേൺ എക്സാമിൽ നിന്ന് കിട്ടും. പക്ഷേ മിച്ചമുള്ള 50% വി ഡു ഇറ്റ് ത്രൂ ദ പ്രാക്ടിക്കൽസ് ആൻഡ് ദ പ്രാക്ടിക്കൽസ് ആർ വേ ഈസിയർ. വേറെ ഒരു സബ്ജക്റ്റും ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓബ്വിയസ്ലി ആർട്ട് ഈസ് ഓൾസോ ഈസി, പക്ഷേ ആർട്ടിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയും കുറച്ച് പഠിക്കേണ്ടി വരും, കാരണം ഓരോ ആർട്ടിസ്റ്റും അവരുടെ സ്റ്റൈൽ എത്രയാണ്, അപ്പോൾ കാണാപ്പാടം കുറച്ച് പഠിക്കേണ്ടി വരും. പക്ഷേ ദെൻ അഗെയിൻ ആർട്ട് ഈസ് ഓൾസോ ഈസി. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ആർട്ട് രണ്ടും നല്ലപോലെ വരുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്, കാരണം നിങ്ങൾക്ക് H1 is promised. H1 എന്താന്ന് പറഞ്ഞാൽ ഈസ് ലൈക്ക് ദ ടോപ്പ് ഗ്രേഡ്. ലിവിംഗ് സെല്ലിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ടോപ്പ് ഗ്രേഡാണ് H1. കൂടുതലും പിള്ളേർ മ്യൂസിക്കിൽ ചെയ്യാറുള്ളത് വയലിൻ, ഗിറ്റാർ ഇല്ലെങ്കിൽ കീബോർഡ്, പിയാനോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. ബട്ട് ഇഫ് യു ക്യാൻ സിങ് യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. നിങ്ങൾക്ക് ഇതിനെ തവിര വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. കാരണം മ്യൂസിക് നമ്മൾ സ്കൂളിൽ തന്നെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് പുറത്ത് സ്കൂളിൻ്റെ പുറത്ത് വേറെ ടീച്ചറിൻ്റെ അടുത്താണ് കൂടുതലും പിള്ളേർ പഠിക്കാറുള്ളത്. കാരണം ഇവിടെ നിറയെ സ്കൂളിൽ മ്യൂസിക് സബ്ജക്റ്റ് ആയിട്ടില്ല. ഉള്ള സ്കൂളുകളുണ്ട്, പക്ഷേ ഇല്ലാത്ത സ്കൂളുകളിൽ പിള്ളേർ മ്യൂസിക് ചെയ്യുമെങ്കിൽ അവർ വേറെ പുറത്തൊരു ടീച്ചറിനെ എടുത്തിട്ട് അവരുടെ കൂടെ പഠിക്കും. പക്ഷേ എക്സാമിൻ്റെ സമയം അവർ സ്കൂളിൽ പറഞ്ഞിട്ട് എക്സാം സ്കൂളിൽ ചെയ്യും. അത് മ്യൂസിക്കിന് മാത്രമല്ല, ഏകദേശം ഏത് സബ്ജക്റ്റ് നിങ്ങളുടെ സ്കൂളിൽ ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പുറത്ത് പ്രൈവറ്റായിട്ട് പോയി പഠിച്ചിട്ട് എക്സാമിൻ്റെ സമയത്ത് അത് നിങ്ങൾക്ക് സ്കൂളിൽ തന്നെ എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ ഇൻഫർമേഷൻ. ഈ ലിസ്റ്റിൽ ലാസ്റ്റുള്ള സബ്ജക്റ്റാണ് DCG, അതായത് ഡിജിറ്റൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഗ്രാഫിക്. DCG എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വിയേർഡ് സബ്ജക്റ്റ്. അത് ഞാൻ വിയേർഡ് എന്ന് പറയാൻ കാരണം ഐ did 1 class of DCG in my life. ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇവിടെ ആദ്യം വന്നപ്പോൾ ഒരു ക്ലാസ് ചെയ്തു, എനിക്കൊന്നും മനസ്സിലായില്ല. അന്ന് തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ആർക്കിടെക്ചറും അങ്ങനത്തെ ഫീൽഡിലൊന്നും എനിക്ക് സെറ്റ് ആവുന്നില്ല, കാരണം ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഈ സബ്ജക്റ്റ് ആണെങ്കിൽ യു ഡീൽ വിത്ത് ലൈക്ക് 2D 3D ഡൈമെൻഷണൽ ഗ്രാഫിക്സ് അങ്ങനത്തെ. ഇറ്റ്സ് ലൈക്ക് എ കൂൾ ബട്ട് വിയർഡ് സബ്ജക്റ്റ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഹാർഡ് ഓർ ഈസി, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസൈനിങ് ഇല്ലെങ്കിൽ എഞ്ചിനീയറിങ്, ആർക്കിടെക്ചർ അതേപോലത്തെ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ്. കാരണം എൻ്റെ ക്ലാസ്സിൽ ഈ സബ്ജക്റ്റ് ചെയ്തവരൊക്കെ ഇപ്പം കോളേജിൽ പഠിക്കുന്നത് ഒന്നേ ആർക്കിടെക്ചർ പഠിക്കുന്നവരുണ്ട്, അടുത്ത് വേറെ എഞ്ചിനീയറിങ് കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, അത് കൂടെ തന്നെ ആർട്ട് ടീച്ചിങ് അത് പഠിക്കുന്ന പിള്ളേരും ഉണ്ട്. സോ DCG ഈസ് എ സബ്ജക്റ്റ് ദാറ്റ് യു ഷുഡ് ഡു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദോസ് ഫീൽഡ്. ആൻഡ് ദാറ്റ്സ് ദ ഫസ്റ്റ് 3 groups of subjects in Ireland. In the part 2 video, I'll be talking about the other 3 groups, which are humanities, social and business group. If you are interested, please wait. Please wait and watch that video. That video will be uploaded very soon. So I'll see you all in the next video, and don't forget to subscribe to my channel. Subscribe cheyadana കാണുന്നത്. Make sure you subscribe to my channel and show a bit of support. And I'll see you all in the next video with the part 2 of subjects in Ireland. Bye bye.